അപ്പോൾ ഈ 1 ഇയറിൽ ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലക്ക് എങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലോറേഷൻ ചെയ്യാൻ പറ്റിയത്? ഓഡിയൻസിൽ നിന്ന് ഏത് ചോദ്യം വരാം. പ്രസ് മീറ്റിലൊക്കെ നമ്മൾ കണ്ടതല്ലേ, പ്രസ് മീറ്റ് ആയിരുന്നു. അതന്നെ. ഓക്കെ, എന്നിട്ട് ഈ ഒരു കംപ്രസ്ഡ് ആയിട്ടുള്ള ടീം ദായറയിൽ പോകുന്നു. നമുക്കറിയാം ഡബിൾ വിജയാണ്. ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ കണക്ഷൻസ് ഉണ്ടാക്കി, കുറേ പേര് പരിചയപ്പെട്ടു. നമുക്കറിയാം പ്രോജക്റ്റ് എന്നുള്ളത് ഒരു മത്സരത്തിനപ്പുറം പിന്നെ ഈ പ്രോജക്റ്റ് ഈ സീൽ വിദ്യാർത്ഥികളുടെ ഒരു ലൈഫ് ഗോളും കൂടാണ്. അപ്പോൾ ആ ഒരു ഓഡിയൻസിന് മുമ്പ് ഈ ഡിബേറ്റ് നടക്കുകയാണ്, ഏയാണ് വിഷയം. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ സംസാരിക്കുന്ന എക്സ്പെർട്ടിൽ എനിക്ക് ഉറപ്പുണ്ട് ഏകദേശം ചോദ്യം എനിക്ക് വരുള്ളൂ. ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതൊക്കെ നമുക്ക് കുറേ എഡ്യൂക്കേഷൻ ഓപ്ഷൻ യൂണിവേഴ്സിറ്റീസ് കോളേജൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സിറ്റിയാണ്. ഓക്സ്ഫോർഡ് ഈസ്റ്റ് എന്ന് പറയാൻ വെറുതെ പറയില്ലല്ലോ. ഒരു ഉറുദു പഠിക്കുക എന്നുള്ളവർക്ക് അനുഭവിച്ചുകൊണ്ട് പഠിക്കാൻ പ്രാക്ടിക്കൽ. സിദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇസ്ലാമിക് ലീഡർഷിപ്പ് ആൻഡ് എക്സലൻസിന്റെ ഒരു വൈ സീൽ എന്നൊരു സീരീസിലാണ് നമ്മളുള്ളത്. വൈ സീൽ എന്നൊരു ഈ ചാറ്റ് ഞാനും മൈസെൽഫ് മുഹമ്മദ് മുനീർ, പിന്നെ ഇവിടെ അവസാന വർഷ വിദ്യാർത്ഥിയാണ്, ഇറങ്ങാനേന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കൂടെ എൻ്റെ ഒന്നിച്ച് ഈ വർഷം എന്നെ ഒന്നിച്ച് ഇറങ്ങുന്നുള്ള അനീസ് ഹംസയും കൂടിയുണ്ട്. അപ്പോൾ നമുക്കറിയാം വൈ സീൽ സിദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇസ്ലാമിക് ലീഡർഷിപ്പ് ആൻഡ് എക്സലൻസ് എന്നൊരു 1 ഇയർ നമ്മൾ വളരെ സെലിബ്രേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൂടുതൽ എക്സ്പ്ലോറേറ്റീവ് ആയിട്ടുള്ള ഒരു 1 ഇയർ നമ്മൾ കടന്നു. അപ്പോൾ ഈ 1 ഇയറിൽ ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലക്ക് എങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലോറേഷൻ ചെയ്യാൻ പറ്റിയത്? തുടക്കത്തിൽ ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലക്ക് നമുക്ക് ആദ്യം വന്നതിന് ശേഷം നമുക്ക് തന്നിരുന്നൊരു വലിയൊരു ടാസ്ക് ആയിരുന്നു ഫീൽഡിലേക്ക്. ഒരു ദൈവ പ്രൊജക്ട് എന്ന നിലക്ക് നമ്മൾക്ക് പുതിയ വെച്ച് എവിടെ നമ്മുടെ സിറ്റി എവിടെ ഉൾഗ്രാമങ്ങളിൽ പോയി നമുക്ക് ഫീൽഡിലേക്ക് ഇറങ്ങുക എന്നുള്ളതൊക്കെയാണ് നമ്മൾക്ക് ആദ്യം തന്ന ടാസ്ക്. റിസ്ക് എടുക്കുക എന്നുള്ള അതിൽ. അപ്പോൾ അതിൽ ഗൈഡ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു ഷെരീഫ് ഉസ്താദായിരുന്നു. മുമ്പ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ ഉസ്താദ് പറയും നമ്മൾ എവിടെ പോകണം എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ വന്നപ്പോൾ ഉസ്താദ് ഇങ്ങനെ ഒരു സ്ഥലം പറയും. അപ്പോൾ നമുക്ക് ആദ്യം തന്ന സ്ഥലമായിരുന്നു കാശിവാടി എന്നുള്ള പൂനെ ഒരു ഗ്രാമം. നിങ്ങൾ അവിടെ പോകണം ഉസ്താദ് പറഞ്ഞു. എന്ത് ചെയ്യണം അന്ന് പറഞ്ഞ ഉസ്താദ് മുമ്പേ ക്ലാസ്സിൽ പറഞ്ഞ ഒരു വിഷയം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ പോകണം. നമ്മളവിടെ റിക്ഷയിലായിരുന്നു, അവിടെ ബസ്മാർ ഇതൊന്നുമില്ല, റിക്ഷയിലായിരുന്നു നമ്മൾ പോയിരുന്നത്. ഊബർ ഗ്രാമത്തിലേക്ക് ഉള്ളിലേക്കില്ല, പുറത്തേക്കുണ്ട്. നമ്മൾ പോയി 4 പേരായിരുന്നു വരുന്നത്. ഞാനും ജാഫറും അബ്ദുറഹ്മാൻ അഫ്സലായിരുന്നു. അവിടെ പോയി എത്തിയ നമ്മൾക്കൊരു ബ്ലാങ്ക് ആയിരുന്നു കണ്ടത്. എല്ലാവരും ഒരുമിച്ചായിരുന്നു അവിടെ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് ജൈൻ 4 മതക്കാരും അതിൻ്റെ ഉള്ളിലുണ്ട്. അവിടെ പള്ളിയുണ്ട്, അമ്പലമുണ്ട്, ചർച്ചുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇവർക്ക് എന്തില്ല, ഇവർക്കായിട്ടുള്ള ഡെവലപ്മെന്റുള്ള കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അതായത് നമുക്ക് ആദ്യം തന്ന ഒരു പ്രൊജക്ട് വന്നൊരു ടാസ്ക്, ഒരു ലീഡർഷിപ്പിന്റെ കോർ വിത്ത് എക്സ്പീരിയൻസ് ഗ്രൗണ്ടിൽ എങ്ങനെയാണ്, തിയറീസിനപ്പുറം എങ്ങനെ ഗ്രൗണ്ടിൽ അല്ലെ. നമ്മള് ആദ്യം വന്ന ശേഷം നമ്മൾക്ക് ആദ്യം ഒരു വലിയൊരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സാഹിത്യോത്സവ സമയത്തായിരുന്നു. ഒരു പ്രൊജക്ട് ഏൽപ്പിക്കുകയാണ്, അത് സാഹിത്യോത്സവത്തിലേക്ക് ബന്ധിപ്പിച്ചായിരിക്കും ആ പ്രൊജക്ട്. നമ്മുടെ ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ അകലെയുള്ള വിമാൻ നഗറിലേക്കാണ്. വലിയൊരു അറിയപ്പെട്ട സിറ്റിയാണ് മധുർപട്ട എന്ന സിറ്റി ഉള്ളത്. ആ സിറ്റിന്റെ ഉള്ളിലുള്ള ചെറിയ 2-3 ഗ്രാമങ്ങൾ, ചന്ദൻ നഗർ, പിന്നെ റാംവാടി, അതുപോലെ ചെറിയ ഗ്രാമങ്ങളിൽ പോയി നിൽക്കാൻ വേണ്ടിയിട്ട് 2 ദിവസം കൂടെ ഏൽപ്പിച്ചു. അന്ന് ഒരു 2-3 ദിവസത്തെ ഒരു ലീവും കൂടിയായിരുന്നു ക്യാമ്പസിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നത്. അവിടെ പോയി 4 ടീം വേർതിരിച്ച് നമ്മൾ ഒരു ടീം ഇവിടെ നിന്ന് സെയ്തിന് 5 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തും നമ്മൾ 15 കിലോമീറ്റർ അകലെ ഒരു ഡിവൈഡ് ആണ്. അങ്ങനെ നമ്മളവിടെ പോയി ഒരു ടീം ഒരു യൂണിറ്റ് ആയിട്ടാണ് തിരിച്ചു. അത് നിങ്ങൾ
ഒരു യൂണിറ്റ് ഫോം ചെയ്ത് സാഹിത്യോത്സവരുടെ ഒരു സാധനം ഫോം ചെയ്തു. അപ്പോൾ നമുക്ക് സാഹിത്യോത്സവം യൂണിറ്റ് മുതൽ നമ്മൾ ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് ചെയ്യാൻ പിന്നെ അതേ സെക്ടറിലേക്ക് നമ്മൾ ചെയ്തു. പിന്നെ ഡിവിഷനിലേക്ക് നമ്മൾ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മളെ നാഷണൽ സാഹിത്യോത്സവം അടുത്തത് കൊണ്ട് നമ്മൾ ഡിവിഷൻ ലെവലിൽ സ്റ്റോപ്പ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഒരു ലെവലിലേക്ക്. അപ്പൊ ഇതില് നമ്മള് ആൾറെഡി ഉള്ള ഒരു യൂണിറ്റില് പാട്ടാവുന്നതിനപ്പുറം ഒരു യൂണിറ്റ് ഫോം കറക്റ്റ് ലീഡർഷിപ്പ് അതോറിറ്റി പിന്നെ വിത്ത് എക്സ്പീരിയൻസ് ആണ് ഇതിലൂടെ കിട്ടിയത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം സാഹിത്യോത്സവം ഈ എക്സ്പ്ലോറൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ക്യാമ്പസിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു പരിപാടിയാണ് സിംപോസിയം എന്നുള്ളത്, അല്ലെ? ഒരു ക്രിയേറ്റീവ് സിംപോസിയം നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം ലിറ്റററി മീറ്റ് അറിയാം, പിന്നെ ലൈക്ക് ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് അറിയാം. പക്ഷെ അതിൽ ചില പ്രോഗ്രാംസിൽ പിന്നെ റിഫ്ലക്റ്റീവ് ആയിരിക്കില്ല. അതായത് വൺ ഡയറക്ഷൻ ആണ്. ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നു, സംസാരിക്കുന്നു, പോകുന്നു. പഴയ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാല് സാഹിത്യ സമാജമാണ്. അത് ആദ്യം സ്വാഗതം ഭാഷണം പറയാ, പിന്നെ ഉദ്ഘാടനം, പിന്നെ ഒരു പാട്ട്, പിന്നെ ഒരു വയറ് അല്ലെങ്കിൽ പ്രസംഗം, ഒരു വിശദീകരണം, അത്ര കഴിഞ്ഞ് അതല്ല വൺ ഡയറക്റ്റ് ആണ്. പക്ഷെ നേരെ മറിച്ച് ഈ സിംപോസിയം നോക്കുകയാണെങ്കിൽ പിന്നെ ടു ഡയറക്ഷൻ ആണ്. അപ്പൊ ആ ടു ഡയറക്ഷൻ ഉള്ളതുകൊണ്ട് പിന്നെ അതായത് അതിലുള്ള ഓരോ പ്രോഗ്രാം പ്രസ് മീറ്റ് ആണേലും പിന്നെ ലീഡർഷിപ്പ് പബ്ലിക്കിനോട് നേരിടാനുള്ളത്. കാരണം എങ്ങനത്തുള്ള ചോദ്യം വരാം, ഓഡിയൻസിൽ നിന്ന് ഏത് ചോദ്യം വരാം. പ്രസ് മീറ്റിലൊക്കെ നമ്മൾ കണ്ടതല്ലേ, പ്രസ് മീറ്റ് ആയിരുന്നു. അതന്നെ ഒരു എക്സ്പെക്ട് ചെയ്തതിനകത്ത് അപ്പുറമുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ ഏതൊക്കെയാണ്? വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള, വെറി റിസർച്ച് ആയിട്ടുള്ള, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ചർച്ച ചെയ്യാൻ ആവശ്യമുള്ള വിഷയങ്ങളാണ്. അപ്പോൾ നമ്മൾ ലിബറലിസമും പിന്നെ അങ്ങനത്തുള്ള പിന്നെ മീഡിയ ഇഷ്യൂസ് ആയിട്ടുള്ള വ്യത്യസ്ത അങ്ങനത്തെ ഡിഫറെൻറ്റ് ടോപ്പിക്സാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അവതരിപ്പിക്കുന്ന ആൾക്കാർ ഓഡിയൻസിൽ നിന്ന് ഏത് ചോദ്യം വരും എന്ന അനുസരിച്ചിട്ടാണ് അവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ സിംപോസിയത്തിൽ ഓരോരോ ആൾക്കാർ മോഡറേറ്റർ റോൾ കിട്ടുന്നത്. അപ്പൊ അയാൾ ആ വിഷയത്തിൽ അതില് സബ് ടോപ്പിക്സ് എല്ലാം പഠിച്ചിരിക്കണം. മൂപ്പര് മൊത്തം മാനേജ് ചെയ്യും. അപ്പൊ അവിടെ ഓരോ പരിപാടിയിലും ഓരോ ലീഡേഴ്സ് ഡെവലപ്പ് ചെയ്തെടുക്കാണ്. അപ്പോൾ ഈ ഒരു സിംപോസിയത്തിന്റെ ഒന്നും കൂടി ഡിഫറെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ പോകാൻ സമയത്ത് ദ ടൂൾ ഓഫ് ദ വീക്ക് എന്നൊരു പരിപാടി, അത് ഒരു വെറൈറ്റി പ്രോഗ്രാം ടൂൾ ഓഫ് ദി വീക്ക് കഴിഞ്ഞ സിംപോസിയത്തിൽ കാരണം ഈ ഒരു കുറെ സമയം നോക്കുകയാണെങ്കിൽ നമ്മൾ കുറെ സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ ലിങ്ക്ഡിൻ എത്രത്തോളം എഫക്റ്റീവ് ആണ്, എങ്ങനെ യൂസ് ചെയ്യണം, കൃത്യമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് അവിടെ ക്ലിയർ ആയി നമുക്ക് തന്നത്. അപ്പോൾ ഒരു ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് മാത്രമല്ല, ഇമ്പോർട്ടൻ്റ് എവറി സ്റ്റുഡൻറ് ആൻഡ് എവറി വൺ മസ്റ്റ് ഹാവ് ടു നോ ദാറ്റ് ലിങ്ക്ഡിൻ എങ്ങനെ യൂസ് ചെയ്യണം. അപ്പോൾ അതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ലോകത്ത് അല്ലെങ്കിൽ ടെക്നോളജി അഡ്വാൻസ് ആയിട്ടുള്ള ഈ ലോകത്ത് ആവശ്യമുള്ള ടൂൾസൊക്കെ വ്യത്യസ്ത സിംപോസിയത്തോടെ നമ്മൾ പഠിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിംപോസിയത്തിനെ കുറിച്ച് സിംപോസിയത്തിൽ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ വേർഡ്സാണ് നമ്മൾ ഒരു ഉദ്ഘാടന സെഷന് പ്രൈം അഡ്രസ് ഡിഫറെന്റ് വേർഡ്സ് ആണ് നമ്മൾ അതിലേക്ക് യൂസ് ചെയ്തിരുന്നത്. അതൊരു വെറൈറ്റി. അതന്നെ ഈ ഒരു റോസ് ഒക്കെ നമ്മൾ പിന്നെ അതിന്റെ സ്ട്രക്ചർ ഫോർമുലക്ക് മാത്രം, പക്ഷെ അതിനപ്പുറം ഡിബേറ്റും പ്രസന്റേഷനും പ്രസ് മീറ്റും ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു എക്സ്പ്ലോറേഷൻ. ഓക്കെ, നമുക്ക് അടുത്തൊരു ലൈക്ക് ഒരു പരിപാടി എന്ന് പറയാനുള്ളത് മഹർജാനാണ്. ഈ വർഷത്തെ ടൈം ലൈൻ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ മഹർജാനാണ്. അപ്പോൾ മഹർജാനിൽ നമുക്കറിയാം, മഹർജാനിന്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡായർ എന്ന് ഇപ്പം നോക്കുകയാണെങ്കിൽ ക്യാമ്പസ് കുല്യ ലെവലിലായിരുന്നു ആദ്യം മഹർജാൻ നടന്നിരുന്നു. മഹർജാൻ അതിൽ എനിക്കൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. കുല്യ ലെവലിൽ നടന്ന ഇഫുൽ മുത്തുനായിരുന്നു. 2 ദിവസത്തോളം നീണ്ടിരുന്ന ഒരു വലിയൊരു പോരായിരുന്നു ആ ഇഫുൽ മുത്തുന് അലിയും അസഹറും. അത് ഉസ്താദ് ആദ്യം ഉസ്താദ് ഇരുന്ന് ഒരു ദിവസം ഫുള്ള് ഉസ്താദ് അതിൽ മാത്രമായിരുന്നു ഉസ്താദ്. നമ്മളെ കുല്യ ലെവലിൽ നടന്ന മത്സരത്തിൽ സെലക്ട് ഏത് പരിപാടിക്ക് സ്റ്റുഡൻസിന് സെലക്ട് ചെയ്ത് കൊടുക്കണമല്ലോ. സെലക്ട് ചെയ്യാനുള്ള ലിസ്റ്റ് കൺഫേം ആകുന്നില്ല. ഈ ഒരു പരിപാടി പെൻഡിങ് 2 ദിവസം ഇങ്ങനെ പെൻഡിങ് ആയിരുന്നു.
അവസാനം ഉസ്താദും നദീർ ഉസ്താദ് ഇരുന്ന് അതിനെ കൺഫർമേഷന്റെ എത്താത്ത സമയത്ത് ഒരു സെക്ഷൻ വെച്ച് അവർക്ക് ഡിവൈഡ്. ഈ പരിപാടി നാഷണൽ ലെവൽ വരെ ഇത്ര ഒരു സ്ട്രോങ് ഇവര് തന്നെ പറയാൻ ഇത്ര വലിയ സ്ട്രോങ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഓക്കെ, നമ്മള് ഇതെന്താ പറയാ, മഹർജാന്റെ കുല്യമത് തന്നെ വരെ സ്ട്രോങ് ആണ്. പിന്നെ കൂടാതെ തന്നെ പിന്നെ സ്റ്റുഡൻസിനെ എണ്ണം നമ്മൾ കംപ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ഫേസ്ബുക്കിൽ ആ പോസ്റ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. കാരണം യാത്ര ദൂരം ഉള്ളതുകൊണ്ട് പിന്നെ സ്റ്റുഡൻസിനെ കംപ്രസ് ചെയ്തിട്ടാണ് നമ്മൾ മഹർജാന്റെ അത് പ്രസ് മീറ്റിൽ കണ്ടിരുന്നു. പ്രസ് മീറ്റ് പറയുന്ന ന്യൂസ് റീഡിങ്ങില് രണ്ടാൾക്കാർക്ക് ഫസ്റ്റ് കിട്ടിയത്. അപ്പോ ഉസ്താദ് സംസാരിച്ച് ആരാണ് പിന്നെ വീണ്ടും കൊടുക്കേണ്ടത് പറഞ്ഞു. നല്ല അതിൽ നല്ല ഒരു അവതരിപ്പിച്ച ഒരാളെ വേറൊരു പരിപാടിയും കൂടിയുള്ള ഒരാളെയാണ് ഉസ്താദ് കംപ്രസ് ഒരു ലോങ് യാത്ര. നമുക്ക് പൂനെന്ന് സൗത്തിലേക്ക് പോകാൻ ഒരു 1000 കിലോമീറ്റേഴ്സിന്റെ ഒരു ജേർണി ആണല്ലോ. അപ്പോൾ ആ ഒരു എന്താ പറയാ, ലൈക്ക് ഒരു സ്ട്രെസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കംപ്രസ് ഉള്ള സാധനം. ഓക്കെ, എന്നിട്ട് ഈ ഒരു കംപ്രസ്ഡ് ആയിട്ടുള്ള ടീം ദായറയിൽ പോകുന്നു. നമുക്കറിയാം ഡബിൾ വിജയമാണ്. ലൈക്ക് അബൌട്ട് 100 പോയിന്റ്സിലാണ് പിന്നെ നമ്മൾ വിജയിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയ 12 പേരിൽ 10 പേർ നാഷണലിലേക്ക് സെലക്ട് ആണ്. അപ്പോൾ ഞാൻ ലൈക്ക് അവിടെ മീഡിയ വർക്ക് ചെറിയ എൻഗേജിലാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ ചോദിക്കുന്ന ലൈക്ക് ഞാൻ സീലാണെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ അവർ ചോദിക്കുന്നത് എന്താണ് ഈ സീലത്തെ കുട്ടി ചെയ്യുന്നത്? പൂനെ പുലി ഇറങ്ങിയതല്ല ഫേസ്ബുക്ക് പോസ്റ്റിട്ടുള്ളത്. അപ്പൊ പൂനെയില് പുലി ഇറങ്ങിയ പോലെ അവരെന്താ ചെയ്യുന്നുള്ളത്. അപ്പൊ അത്രത്തോളം ഡബിൾ പെർഫോമൻസ് ആണ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോ ഈ ഒരു മത്സരം നമുക്കറിയാം അസഹറുദ്ദീൻ അവിടുന്ന് നജ്മുൽ മഹർജാൻ നേടി. പിന്നെ നമുക്ക് തന്നെ ഒരു വളരെ സെലിബ്രിറ്റീസ് ഒരു മൂവ്മെന്റ് ആണ് ഇവിടെയും. പിന്നെ ഇവിടെ വെൽക്കമിങ് ഒക്കെ നിങ്ങളെ ചെയ്ത് ഓക്കെ, ഇവിടുത്തെ വെൽക്കമിങ് കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടതാണ്. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ അസഹറിന് 3 ഇൻഡിവിജ്വൽ ഫസ്റ്റും ഒരു ഗ്രൂപ്പ് ഫസ്റ്റും. ഡിബേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിബേറ്റ് അവിടെയും ഫസ്റ്റ്, അത് കഴിഞ്ഞ് ഇവിടുത്തെ ഡിബേറ്റ് സെലക്ഷൻ ഒക്കെ കഴിഞ്ഞ് എന്നിട്ട് ദായറയിൽ ഡിബേറ്റിൽ പിന്നെ 1 വിജയം കഴിഞ്ഞ് അടുത്ത നാഷണൽ പോയി. സെലക്ഷൻ അങ്ങനെയായിരുന്നു. ആദ്യ ബാച്ചിലുള്ള 3 പേരെയും രണ്ടാം ബാച്ചിലുള്ള 3 പേരെയായിരുന്നു ഡിബേറ്റിൽ ഇരുത്തിയിരുന്നത്, 2 പേരെ. അപ്പൊ ഈ ഡിബേറ്റിലുള്ള ആദ്യ ബാച്ചിലുള്ള 3 പേര് ഒരു ടീമായിരുന്നു. അപ്പം 2 ബാച്ചിലുള്ള 6 പേരും നല്ല ഒരു പെർഫോമൻസ് കാണിച്ചപ്പോ ഉസ്താദ് അവസാനം തീരുമാനിച്ച ആദ്യ ബാച്ചിലുള്ള 3 പേരായിരിക്കും നമ്മള് അവസാനമായതുകൊണ്ട് അവര് ദായതും വിജയിച്ചു. കൂളായി വിജയിച്ചു എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ നാഷണൽ ഡിബേറ്റ് വിജയം നമ്മൾ ഒന്നും കൂടി അധികം ആഘോഷിച്ച ഒരു വിജയം കൂടിയാണ്. അപ്പൊ ഓക്കെ, നമുക്കറിയാം നാഷണൽ വിജയിച്ചാല് അവസാനം റിസൾട്ട് വായിക്കുന്ന ഒരു അവസരം. അതാണ് അത് പറയാന്ന് വെച്ചാല് പിന്നെ ലൈക്ക് കോട്ടുമൽ ഉസ്താദ് പിന്നെ നമുക്കറിയാം നമ്മൾ ആലയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആലയിലെ ക്യാമ്പസ് കൗക്കബുൽ കുലിയാസ് വായിക്കാണ്. അപ്പോൾ ഫസ്റ്റ് ജാമ്യ മദീനത്തുന്നൂർ വായിച്ചു, പിന്നെ കാലിക്കറ്റിലേക്ക് പറഞ്ഞു. രണ്ടാമത് സിദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇസ്ലാമിക് ലീഡർഷിപ്പ് ആൻഡ് എക്സലൻസ് മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്ന് ആ ഒരു ടാഗ്ലൈൻ നമ്മളെ ഈ സിദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇസ്ലാമിക് ലീഡർഷിപ്പ് ഫോർ എക്സലൻസ് എന്നുള്ള നമ്മളെ ഈ നെയിം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞൊരു ഷോർട്ട് നെയിം ഉണ്ട്, സീൽ. ഓക്കെ, ഇതിന് പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഒറിജിനൽ സീൽ എന്നാണ്. അപ്പൊ ഇത് ഒരു നോട്ടിഫിക്കേഷൻ കൂടിയാണ്. സീൽ ലൈക്ക് സൈൻ അങ്ങനൊന്നല്ല, സീൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇസ്ലാമിക് ലീഡർഷിപ്പ് ആൻഡ് എക്സലൻസ് എന്ന് പറയാം. ഓക്കെ, മഹർജാൻ നാഷണൽ അല്ലെങ്കിൽ ജാമ്യ മഹർജാൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മള് പോയ മത്സരിച്ചതിൽ ഏകദേശം എല്ലാവരും റിസൾട്ടൊക്കെ കഴിഞ്ഞു. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ നമ്മൾ എല്ലാവരും പാർട്ടിസിപ്പൻസ് ഒന്നിച്ചുകൂടി ഒരു ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എല്ലാവരും കയ്യിൽ ട്രോഫിയൊക്കെ പിടിച്ച് അങ്ങനെ ഫോട്ടോ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഞാനൊരു സൈഡിലേക്ക് എത്തി. ആ സമയത്ത് വേറെ ഏതൊരു ഇതായിരുന്നു, ഏതൊരു ക്യാമ്പസുള്ള ഒരു വിദ്യാർത്ഥി എന്ന് ചോദിച്ചു,
പിന്നെ നിങ്ങൾ ഏത് ദായരാണ് ചോദിച്ചത്. ആൾബലം കണ്ടത് നിങ്ങൾ ഏത് ദായരാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ദായരല്ല, ഞങ്ങൾ കർണാടക ദായരാണ്. ഇതൊരു ക്യാമ്പസിന്റെ കുട്ടികളാണ്, സിദ്ര ചോദിച്ചാണ് ദായർ ഏതാണെന്ന് ചോദിച്ചത്. അപ്പോൾ കാരണം ഒരു ദായർക്കൊക്കെ അത്ര റിസൾട്ട് കിട്ടാത്ത ദായറസിനപ്പുറം ഒരു ക്യാമ്പസ് റിസൾട്ട് മൊത്തം ഈ ഫസ്റ്റ് മെൻഷൻ ചെയ്ത കംപ്രസ്ഡ് സ്റ്റുഡൻസ് പോയി നമ്മൾ നാഷണൽ അല്ലെങ്കിൽ ജാമ്യ മഹർദാനിൽ 2ാം സ്ഥാനം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടി പറയാണ്. അപ്പോൾ നമുക്കറിയാം അത് കഴിഞ്ഞു ലൈക്ക് ഒരു മത്സരത്തിൽ കൂടി കഴിഞ്ഞ മുമ്പ് അടുത്ത മത്സരം നമ്മൾ നേരിടാൻ പോവാണ് സാഹിത്യോത്സവം, നാഷണൽ സാഹിത്യോത്സവം. നാഷണൽ സാഹിത്യോത്സവത്തിൽ പിന്നെ ലൈക്ക് നമ്മൾ കുറെ കൂടി അധികം എക്സ്പ്ലോർ ചെയ്തു. കുറെ നാഷണൽ വൈഡ് ആയിട്ടുള്ള UP-യിൽ വെച്ചിരുന്ന സാഹിത്യോത്സവം വളരെയധികം നമ്മൾ ഒരു സിറ്റുവേഷൻ കൊണ്ടത് പോസ്റ്റ്പോൺ ആയി അല്ലെ, ലൊക്കേഷൻ ഇങ്ങോട്ട് ഡിലേ ആയി മാറ്റി വെച്ചു. അപ്പൊ അടുത്ത് 5 മണിക്കൂർ യാത്ര ചെയ്തപ്പോ ഒരു ലൊക്കേഷനിലായിരുന്നു സാഹിത്യോത്സവം. ഓക്കെ, നമ്മളവിടെ പോയി. പിന്നെ നമ്മള് ലൈക്ക് മഹാരാഷ്ട്ര വെസ്റ്റിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ പോയിരുന്നത്. കഴിഞ്ഞ വർഷം മഹാരാഷ്ട്ര വെസ്റ്റ് 6ാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. അത് അൽഹംദുലില്ലാഹ് ഇപ്രാവശ്യം 2025 4th പ്ലേസിലേക്ക് എത്തി എന്നുള്ളത് നാഷണൽ കമ്മിറ്റി അധികം അവർക്ക് സന്തോഷം അറിയിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര വെസ്റ്റ് 4ാം സ്ഥാനത്ത് എന്നുള്ളത് നമ്മുടെ കുട്ടികളിൽ അതിലും ആ സാഹിത്യോത്സവ ഡിബേറ്റ് അറിയാലോ. എല്ലാ മത്സരങ്ങളിലും ഫസ്റ്റും സെക്കൻഡും കുറെ ഫസ്റ്റും സെക്കൻഡും ഒക്കെ കിട്ടിയതാണ്. അപ്പൊ അതുപോലെ എന്നെ പറയുന്ന പകരം ലൈക്ക് നമുക്ക് സെക്കൻഡ് കിട്ടിയ മത്സരം നോക്കുകയാണെങ്കിൽ തേർഡ് കിട്ടിയ മത്സരം നോക്കുകയാണെങ്കിൽ എല്ലാം A ഗ്രേഡാണ്. ടോപ്പ് ഗ്രേഡിലെ എടുത്തിട്ടുള്ളൂ. കിട്ടിയ സെക്കൻഡും ഫസ്റ്റും പിന്നെ തേർഡ് ആണെങ്കിലും അതിൽ പിന്നെ ഫസ്റ്റ് സെക്കൻഡും കുറെ ഉണ്ട്. പിന്നെ തേർഡും സെക്കൻഡൊക്കെ എല്ലാം തേർഡും സെക്കൻഡും എല്ലാം A ഗ്രേഡ് പെർഫോമൻസ്. അതേപോലെ തന്നെയായിരുന്നു നമ്മുടെ ജൂനിയർ എന്ന് പറഞ്ഞ 10 താഴെയുള്ള കുട്ടികളെ പെർഫോമൻസ് കാണിച്ചിരുന്നത്. ഇവിടെയുള്ളവരും മഹാരാഷ്ട്ര ഈസ്റ്റ് സ്റ്റേറ്റിൽ നിന്നവരും ഒരേ പെർഫോമൻസ് ആയിരുന്നു അവർ കാണിച്ചത്. നമുക്കറിയാം നമ്മളത് വളരെയധികം എക്സ്പ്ലോർ ചെയ്തു. നമ്മൾ ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ കണക്ഷൻസ് ഉണ്ടാക്കി, കുറെ പേര് പരിചയപ്പെട്ടു. നമ്മൾ കുട്ടികൾ നമ്മൾ അറിഞ്ഞു. അതും കൂടി പറയാണ്. അപ്പൊ നമുക്കറിയാം ഇതൊക്കെ കഴിഞ്ഞു. ലൈക്ക് ടൈം ലൈൻ അടുത്ത പരിപാടി വരുന്നത് LTS ആണ്. അപ്പോൾ LTSനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈക്ക് LTS നമ്മളെ സീലിലെ ഓരോ വിദ്യാർത്ഥികളും അത് ഒരു ഇൻഡിവിജ്വലായി അവരുടെ സ്വന്തം നിലയ്ക്ക് സെലിബ്രേറ്റ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് ആദ്യം കഴിഞ്ഞ വർഷം LTS സീസൺ 3 ആയിരുന്നു. സീസൺ 2ലും സീസൺ 1ലും 21 പേർക്കാണ് സ്റ്റുഡൻസിനാണ് പാർട്ടിസിപ്പൻസിന് അവസരം ഉണ്ടായിരുന്നത്. അതിൽ ബാച്ച് വൈസും ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം സീലിന്റെ 28 സ്റ്റുഡൻസിന് പെർഫോമൻസ് ചെയ്യാനുള്ള അവസരം കൊടുത്തു. അത് 28 സ്റ്റുഡൻസും ഒരു എൻജോയ്മെന്റ് എന്ന നിലയിൽ, ഒരു എന്റർടൈൻമെന്റ് എന്ന നിലയ്ക്കാണ് മത്സരത്തിൽ പങ്കെടുത്തിരുന്നത്. അവര് തമ്മില് ഞാൻ പ്രസംഗിച്ചാല് ഞാൻ അവതരിപ്പിക്കുന്ന അവതരണത്തിൽ തെറ്റ് മറ്റൊരാൾ കളിയാക്കും എന്നുള്ള ഒരു വിട്ടുവീഴ്ചയില്ല, പ്രശ്നമില്ല. ലൈക്ക് എന്റെ ഐഡന്റിഫിക്കേഷൻ ഞാൻ വളരെ ഉഷാറായി അവതരിപ്പിക്കും. പ്രിപ്പറേഷന് സമയവും കൂടി കുറച്ച് കുറവായിരുന്നു. പ്രിപ്പറേഷൻ വളരെയധികം പ്രിപ്പറേഷൻ ചെയ്തിരുന്നത് അത് എഫക്ട് ചെയ്തിരുന്നു. പിന്നെ നമുക്ക് കാണാം. പിന്നെ LTSന്റെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ LTSന്റെ ഓരോ ഇവന്റും 1 by 1 ഇവന്റിലും അത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് ഓരോ പേഴ്സൺ ഡെവലപ്മെന്റ് സ്കിൽസ് ഉള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതിലിപ്പോ ലീഡർഷിപ്പ് ഓറിയന്റഡ് നോക്കുകയാണെങ്കിലും പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ എല്ലാവർക്കും ചെയ്യാനുള്ള അവസരം ഉണ്ടല്ലോ. പ്രോജക്റ്റ് എല്ലാവർക്കും സബ്മിഷൻ ചെയ്യാൻ അവസരമുണ്ട്. അതിൽ ഷോർട്ട് ലിസ്റ്റ് 10 പ്രസന്റേഷൻ. അത് ആദ്യം പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഒരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് ഫിക്സ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രൊജക്ട് പ്രസന്റേഷൻ. അത് ഗ്രൂപ്പിലാണ് റിസൾട്ട് കിട്ടിയിരുന്നത്. ആദ്യം നെയിംസ് ഇങ്ങനെ എന്റെ നെയിംസ് വരുമോ ഒരു വെയിറ്റ് ചെയ്യുന്ന ഒരു അവസരം. അത് ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ വലിയ പ്രോജക്റ്റ് ഒക്കെ ഡീൽ ചെയ്ത ആൾക്കാരുടെ ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ലിസ്റ്റ് വരാണ്. അപ്പോൾ എന്റെ പേര് ഉണ്ടാവോ നമുക്ക് പേടിച്ച് നോക്കാണ്.
കാരണം അതെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ ലൈക്ക് വി ആർ ലോസ്റ്റിംഗ് അബൌട്ട് 10 point gaps. കാരണം ഒരു മത്സരം തന്നെ അവിടെ കട്ടായി പോവാണ്. അപ്പോൾ നമുക്കറിയാം പ്രോജക്റ്റ് എന്നുള്ളത് ഒരു മത്സരത്തിനപ്പുറം പിന്നെ ഈ പ്രോജക്റ്റ് ഈ സീൽ വിദ്യാർത്ഥികളുടെ ഒരു ലൈഫ് ഗോളും കൂടെയാണ്. ഫ്യൂച്ചർ പ്ലാനിങ് ഓരോ സ്റ്റുഡന്റ് മൈൻഡില് ഇങ്ങനെ ഫ്യൂച്ചറിൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്, സൊസൈറ്റിക്ക് ഈ സോഷ്യൽ സെക്ടറിന് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു ബോധം ലൈക്ക് ഏകദേശം ഒരു പിന്നെ പ്രോജക്ട്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ പ്രോജക്റ്റും പിന്നെ അവരവരുടെ സ്കിൽസും അവരവർ ഉദ്ദേശിക്കുന്ന മേഖലയിൽ എക്സ്പേർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് പിന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൃത്യമായി പറയുന്നുണ്ട്. ഫീൽഡിലെ ഓരോ വിദ്യാർത്ഥികൾക്കും ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് കൃത്യമായി LTS അവർ അവതരിപ്പിച്ചിട്ടുണ്ട്, അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം LTS അങ്ങനെ അതിൻ്റെ ലൈക്ക് അവസാന 2 ദിവസം വളരെ വളരെ സെലിബ്രേറ്റ് ചെയ്ത അവസാന 2 ദിവസം നമുക്കറിയാം സെമി ഫൈനലിലേക്കായിരുന്നു കടന്നത്. അവസാനത്തെ 2 ദിവസം, ആദ്യത്തെ ദിവസം എല്ലാവർക്കും മത്സരിക്കാനുള്ള അവസരം ഗ്ലോബൽ സമ്മിറ്റ് ആയിരുന്നു. അവര് ഒരു നമ്മൾക്ക് ഇതുവരെ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വലിയൊരു സദസ്സിൽ വലിയൊരു കമ്മ്യൂണിറ്റി നമുക്ക് ഇങ്ങനെ സ്റ്റേജിൽ പോയി അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടി എന്നുള്ളവർക്ക് വലിയ സന്തോഷമുണ്ട്. 2ാം ദിവസമാണ് ലീഡക്സ് നടന്നിരുന്നത്. അപ്പോൾ ആദ്യം സോർട്ട് ചെയ്തു, സെമി ഫൈനലിലേക്കുള്ള ആൾക്കാർ സോർട്ട് ചെയ്തു. അതിൽ 10 പേരായിരുന്നു സെമി ഫൈനലിൽ എടുത്തിരുന്നത്. ലീഡക്സിന് വേണ്ടിയിട്ട് മുമ്പേ ടോപ്പിക് കൊടുത്തിരുന്നു. എല്ലാവർക്കും ടോപ്പിക് മുമ്പേ സെലക്ട് ആണ്, പക്ഷെ ആർക്ക് സെലക്ഷൻ കിട്ടുന്ന ആൾക്കാണ് അവിടെ ചർച്ച. അപ്പോ ചെയ്തിരുന്ന ലീഡക്സിൽ അവസരം കിട്ടിയിരുന്നു. ലീഡക്സിൽ നബിസുല്ലാഹി തങ്ങളുടെ മൃദുവായിട്ടുള്ള സംസാരവും നബിസുല്ലാഹിയുടെ പെരുമാറ്റമായിരുന്നു എനിക്ക് കിട്ടിയ ടോപ്പിക്. അതിൽ ഞാൻ വിചാരിച്ച തുടക്കം ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയിരുന്നു എൻ്റെ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോ ഞാൻ വിചാരിച്ചു കുട്ടികൾ മാത്രമേ ഉണ്ടാവും, നമ്മുടെ കുട്ടികൾ മാത്രമേ ഉണ്ടാവും. സ്റ്റാർട്ടിങ്ങിൽ വരുന്ന പബ്ലിക്കാണുള്ളത്. അവിടെ നമ്മൾ എന്താണ് പറയുന്നത് അവർ ശ്രദ്ധിച്ച് കേൾക്കുന്നുള്ളത്. അവര് പബ്ലിക് ആയത് ബിസിനസ്സുകാരാണ്, പ്രൊഫസേഴ്സ് ആണ്, യൂണിവേഴ്സിറ്റി വലിയ ലെക്ചേഴ്സ് ആണ് അവിടെ സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് എന്താണ് ലാംഗ്വേജ് എന്തായാലും ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പൊ എന്താണ് നമ്മൾ സംസാരിക്കുന്നത് അവര് ശ്രദ്ധിച്ച് കേട്ടിരുന്നു. അപ്പൊ അൽഹംദുലില്ലാ നല്ല രൂപത്തില് ലൈക്ക് നമ്മള് ഒരു ക്യാമ്പസിന്റെ അകത്തുള്ള നടക്കുന്ന മത്സരത്തിനപ്പുറം റിയൽ ലൈഫ് മത്സരം. ഞാൻ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്റെ ക്യാമ്പസ് ഫെസ്റ്റ് എന്ന നിലക്കല്ല, ഇത് റിയൽ വേൾഡിന്റെ പബ്ലിക്കിനോട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഈ LTS കൂടെ നമുക്ക് ചെയ്തു. അതുപോലെ ആ ലീഡേഴ്സ് കഴിഞ്ഞ ഉടനെ സോർട്ട് ചെയ്യുന്നതിനാണ് ഫൈനലിലേക്ക് ഡിബേറ്റിലേക്ക് 4 പേര്. നിങ്ങൾക്ക് ഉടനെയായിരുന്നു നിങ്ങളുണ്ടായിരുന്നു ആ 4 പേരിലേക്ക് സെലക്ട് ചെയ്തിരുന്ന സമയത്ത് നിങ്ങളെ ആദ്യം നിങ്ങൾക്ക് ഉടനെയായിരുന്നു ടോപ്പിക് തന്നിരുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ടോപ്പിക്കിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഡാറ്റ കളക്ട് ചെയ്തത്? നിങ്ങളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തത് എങ്ങനെയായിരുന്നു? അപ്പോൾ ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടായിട്ടുള്ളൂ. അതന്നെ നമുക്കറിയാം. പിന്നെ ഈ 2 ഡിബേറ്റ് നടന്നിട്ടില്ല, ഏറ്റവും ഗ്രാൻഡ് ഡിബേറ്റ് നടന്നിട്ടില്ല. അവസാനം അതിക്ക് മുമ്പത്തെ ഡിബേറ്റ് ഗ്രാൻഡ് ഫിനാലിന് മുമ്പുള്ള 4 പേരുടെ ഡിബേറ്റ്, അത് വിഷയം സ്കിൽ വേഴ്സസ് ഡിഗ്രി എന്ന ഒരു ടോപ്പിക്കിലായിരുന്നു. അപ്പൊ ഈ ഒരു ടോപ്പിക്കിലാണ് ഡിബേറ്റ് നടക്കുന്ന മുമ്പ് ഇൻഫർമേഷൻ ഉണ്ട്. നമ്മുടെ ഏത് ഭാഗത്ത് നിന്നാണ് പ്രോസ് ആണോ കോൺസ് ആണോ എന്ന് അറിയില്ല. പിന്നെ ഡാറ്റാസ് മൊത്തം കളക്ട് ചെയ്ത് വെച്ച് പിന്നെ അവിടുന്ന് 10 മിനിറ്റ് മുമ്പാണ് സംഭവം തീരുമാനമാണ്. എങ്ങനെയാണ് അത് നിങ്ങൾ വിളിച്ച് നിങ്ങളാണ് ഡിബേറ്റിലിരിക്കുന്നത്? അതന്നെ ലൈക്ക് നമുക്കറിയാം ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുള്ള 4 പേരും അൽഹംദുലില്ലാ പിന്നെ ആ ഒരു സിറ്റുവേഷൻ വളരെ കൂളായിട്ടില്ലേ. അടുത്ത ഡിബേറ്റിലേക്ക് കടന്നു, അത് കഴിഞ്ഞ് പിന്നെ ഡിബേറ്റ് കൂടി പറഞ്ഞു. പിന്നെ ഡിബേറ്റ് ഉണ്ട്, അതിന് 0 പ്രിപ്പറേഷൻ. സത്യം പറയാം 0 പ്രിപ്പറേഷൻ ആണ്, ഒന്നുമില്ല. നമ്മൾ പറഞ്ഞു അടുത്ത ഡിബേറ്റ് നല്ല
ജനങ്ങളാണ് അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പുറത്തുനിന്നുള്ള എല്ലാ ഗസ്റ്റസും എല്ലാ ഇതും വലിയ വലിയ ചീഫ് ഗസ്റ്റസ് അടക്കം അവര് സദസ്സെത്തിയിരുന്നു. ആ ഒരു ഹക്കീംസ് അടക്കമുള്ള അപ്പോഴാണ് ഫൈനൽ ഗ്രാൻഡ് ഫിനാലെ ഡിബേറ്റ് നടക്കുന്നത്. നിങ്ങൾ രണ്ടുപേരെ നിങ്ങളുടെ പബ്ലിക് എന്നുള്ള ചോദ്യങ്ങൾ കുറെ വന്നിരുന്നു. അപ്പോൾ അതിൽ മോഡറേറ്റ് ഉണ്ടായിരുന്ന ഖാദർ സാറായിരുന്നു. ഖാദർ സാർ വളരെയധികം നിങ്ങളെ രണ്ടുപേരെയും ഡിബേറ്റ് ആണല്ലോ, ഡിസ്കഷൻ അല്ലല്ലോ, ഡിബേറ്റ് ആയതുകൊണ്ട് രണ്ടുപേരും പോരടിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വന്ന ചോദ്യങ്ങൾക്ക് സാറ് കൗണ്ടർ ചെയ്യാനും നിങ്ങൾക്ക് അവിടെ തന്നെ പറയാണ് ലൈക്ക് ഇങ്ങനെ കൗണ്ടർ ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നുള്ളത്. സാറിന്റെ ലൈക്ക് വെരി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്കറിയാം. പിന്നെ നമുക്ക് കാണാം ആ ഡിബേറ്റ്, രണ്ടാമത്തെ ഡിബേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ 0 പ്രിപ്പറേഷൻ ആണ്. ലൈക്ക് ഒരു ഡിബേറ്റ് കഴിഞ്ഞു എന്നിട്ട് പറഞ്ഞു 2 പേരെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഫൈനൽ ഗ്രാൻഡ് ഡിബേറ്റും കൂടി ഉണ്ട്. അപ്പോൾ ഏകദേശം ഹോൾ ഫുൾ ഓഡിയൻസ് ആയിട്ടുണ്ട്. പിന്നെ ഓഡിയൻസ് നേരത്തെ പറഞ്ഞു വെൽ അഡ്വാൻസ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ്. അപ്പോൾ ആ ഒരു ഓഡിയൻസിന് മുമ്പ് ഈ ഡിബേറ്റ് നടക്കുകയാണ്, ഏയാണ് വിഷയം. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ സംസാരിക്കുന്ന എക്സ്പെർട്ടിൽ എനിക്ക് ഉറപ്പുണ്ട് ഏകദേശം ചോദ്യം എനിക്ക് വരും ഉള്ളത്. അല്ല ഞാൻ പ്രോംപ്റ്റ് പറയാം, ലൈക്ക് റീപ്ലേസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും മുഫീദിന് കുറച്ച് അത്ര ചോദ്യം ഉണ്ടാവില്ല എന്ന് ഒരു ഹോപ്പിലാണ്. ശരിക്കും അങ്ങനെ ഉണ്ടായത്. മുഫീദിന് 2 ചോദ്യങ്ങളും അവസാനം ഡിബേറ്റിന്റെ ഒരു പകുതിയിലേക്ക് എത്തുമ്പോ ഓഡിയൻസ് ഒരാളായി മാറി. അതന്നെ മത്സരാർത്ഥി ഓഡിയൻസ് ഡിബേറ്റ് മാറി. കാരണം അവരൊരു വാദം പറയുന്നു, നമ്മൾ തിരിച്ച് കൗണ്ടർ ചെയ്യുന്നു. ലൈക്ക് ഒരു ക്വസ്റ്റ്യന് പകരം ഒരു ഇന്ററാക്ഷന് പകരം അവരൊരു ആർഗ്യുമെന്റ്. ഈ ഡിബേറ്റിന്റെ ഒരു മൊത്തത്തിലുള്ളൊരു ആകത്തുക യാത്ര കഴിഞ്ഞ് ഞാൻ പൂനെ ജംഗ്ഷനിലേക്ക് എത്തിയപ്പോൾ ഒരാളെന്നെ കണ്ടുകൊട്ടി. അപ്പോൾ മൂപ്പര് പറഞ്ഞു, നിങ്ങൾ ഇതിൻ്റെ അടുക്ക് നിങ്ങൾ സിദ്ധർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ പഠിക്കുന്നത്. മൂപ്പര് ഫുൾ നെയിം പറഞ്ഞില്ല, സിദ്ധർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു. അപ്പോൾ മൂപ്പര് പറഞ്ഞു, നിങ്ങൾ ഇതിൻ്റെ അടുക്ക് നെഹ്റു ഹാളിൽ ഒരു പരിപാടി വെച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അവൻ അടുത്ത് വെച്ചു. അതിൽ നിങ്ങൾ വെച്ച പരിപാടിയിൽ ഡിബേറ്റ് വളരെ ഇമ്പാക്റ്റ് ആയി നമ്മൾക്ക് മനസ്സിലായി. മൂപ്പര് പറയും എനിക്ക് ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, ഉറുദു അറിയാം, അറബി കുറച്ച് അറിയാം എന്നുള്ള പറഞ്ഞ മൂപ്പര് പറയാണ്. ആ ഡിബേറ്റ് എല്ലാവർക്കും ഇമ്പാക്റ്റ് ആയി, വളരെ യൂസ് ആയിട്ടുള്ള. നമുക്കറിയാം നമ്മളിപ്പോ ഇവിടെ വരുന്ന സുഹൃത്താണ് മുഹമ്മദ് ഭായ്. അപ്പൊ മുഹമ്മദ് ഭായ് നമുക്ക് കൃത്യ റിവ്യൂ ചെയ്ത് തന്ന ഒരാളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എത്രത്തോളം എഫക്റ്റീവ് ആണ്, നിങ്ങൾ എങ്ങനെയാണ് സംസാരിച്ചത്, പിന്നെ ആ ഡീലിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് റിവ്യൂ ചെയ്ത് തന്നു. അപ്പോൾ LTSനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് A to Z അതൊരു ഒരു ഒരു പബ്ലിക്കിനോടുള്ള ഫിയർ, നമ്മൾ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പബ്ലിക്കിനോടുള്ള ഫിയർ അത് ഒഴിവാക്കി തന്നു. വളരെ കൂളായി എവിടെ നിന്നാലും സംസാരിക്കാൻ പറ്റും, കോൺഫിഡൻസ് ആണ് എന്നുള്ളതാണ് നമുക്കറിയാം. പിന്നെ റിയൽ വേൾഡ് എക്സ്പീരിയൻസ് ഒന്നും കൂടിയാണ് അത് ഹൈലൈറ്റ് ആയി പറയാം. അപ്പോൾ നമുക്കറിയാം അങ്ങനെ 1 ഇയർ നമ്മൾ ഇത്ര എക്സ്പ്ലോറിലൂടെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇനിയും പറയാനുള്ള ഉണ്ട്, നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ഓരോ ഡീറ്റെയിലും പറയാനും ഓരോ ഇവന്റ്സും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ലൈക്ക് വെരി എഫക്റ്റീവും വെരി ഡിഫറെൻറ്റും കിട്ടുന്ന ട്രെയിനിങ്സിൽ ഈച്ച് ആൻഡ് എവറി പോയിന്റും അത് എഫക്റ്റ് ആണ്. ഓക്കെ, നമുക്കറിയാം അടുത്ത വർഷത്തെ അഡ്മിഷൻ പ്ലാനിങ്. അപ്പോൾ അഡ്മിഷൻ പ്ലാനിങ് നമുക്കറിയാം നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വന്നുള്ളത്. അപ്പോൾ ഇനി വരുന്നുള്ള കുട്ടികൾക്കുള്ള ഓപ്പർച്യൂണിറ്റി അത് ഒന്നും കൂടി അഡ്വാൻസ് ആണ്. ഫീൽഡ് വരുന്ന ഇനി വരുന്ന കുട്ടികൾക്ക് ഒന്നും കൂടി അഡ്വാൻസ്. കാരണം വെച്ചാൽ പിന്നെ ബാച്ചിലേഴ്സുക്കുള്ള അഡ്മിഷൻസിൽ അവർക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ റെഗുലർ ഡിഗ്രി ഓപ്ഷനാണ്. എവിടെ? പൂനെയിലാണ്. പൂനെ കുറിച്ചിട്ട് പൂനെയിൽ തെളിയുന്ന ഇന്ത്യ എന്ന റിസാലയിലെ ആർട്ടിക്കിൾ നമുക്ക് പിന്നെ അനീസ് തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് പൂനെ തെളിയുന്നുള്ളത്. നമുക്കറിയാം ടെക് വരെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇന്ത്യയിലെ സിലിക്കോൺ വാലി എന്ന് അറിയപ്പെടുന്ന ബാംഗ്ലൂരിലെ അർബൻ പ്ലാനിങ്ങിൻ്റെ കൊളാപ്സ് ഒക്കെ കാരണം പിന്നെന്താ പറയുക, അടുത്ത സിലിക്കോൺ വാലിക്ക് ചാൻസ് ഉള്ള 2 സിറ്റി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 2 സിറ്റി ഒന്ന് ഹൈദരാബാദും പൂനെയാണ്. അപ്പോൾ പൂനെയിൽ വരുന്ന ലൈക്ക് ടെക്കും കാര്യങ്ങളും പിന്നെ നമുക്കറിയാം പൂനെ ഈസ് നോൺ ആസ് ഓക്സ്ഫോർഡ് ഓഫ് ദ ഈസ്റ്റിൽ ഓക്സ്ഫോർഡാണ് ഡെക്കൻ ക്യൂ എന്നും പറയുന്നത്. അപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാണിത്. ഇവിടെ ഇല്ലാത്ത കോഴ്സുകളില്ല. എല്ലാം പ്ലേസ്മെന്റ് ഉള്ള യൂണിവേഴ്സിറ്റികൾ ഡിസ്ട്രിക്റ്റുകൾ ആണ് നോക്കിയാൽ അത് 2ാം സ്ഥാനത്ത് പൂനെ ഉള്ളത്. ഇതിന്റെ അടുക്ക് ഞാൻ യാത്രയിൽ എറണാകുളം എക്സ്പ്രസ് പൂനെ എക്സ്പ്രസ് അത് നമ്മൾ ബാംഗ്ലൂരിലേക്കാണ് ഇറങ്ങുന്ന ഒരു
സ്റ്റുഡൻറ്റിനെ പരിചയപ്പെട്ടു. സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു മലയാളിയായിരുന്നു പരിചയപ്പെട്ടത്. മൂപ്പര് നമ്മളോട് ചോദിച്ചു നിങ്ങൾ എവിടുക്കാ പോകുക. മൂപ്പര് കണ്ടപാട് നമ്മൾക്ക് തിരിഞ്ഞില്ല. മൂപ്പര് കണ്ടപാട് മലയാളിയാണ്, എവിടേക്കാണ് പോകുന്നത്? മാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. അപ്പോൾ മൂപ്പര് ചോദിച്ചു പഠിക്കുകയാണോ ചോദിച്ചു. അവന് പൂനെയിൽ പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിച്ചു നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? നാട്ടിലേക്കാണ്. അപ്പോൾ പൂനെയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ എടുക്കാൻ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നേ. അപ്പോൾ നമ്മൾ പറഞ്ഞു അടുത്തുള്ള ബാംഗ്ലൂർ അവിടെ പോയിക്കൂടെ. പക്ഷെ മൂപ്പര് പറഞ്ഞ മറുപടി പൂനെ പ്ലേസ്മെന്റ് കൂടുതൽ കിട്ടുന്ന ഒരു പ്ലേസാണ്, ലൊക്കേഷനാണ് പൂനെ. അപ്പോൾ അതിലൂടെ ക്ലൈമറ്റ്, നമുക്കുള്ള നിൽക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നല്ല റായത്തുള്ള ഒരു സ്ഥലമായിരുന്നു പൂനെ. ബാംഗ്ലൂര് നോക്കിയിരുന്നു, പക്ഷെ അവിടെ ക്ലൈമറ്റും അവിടുത്തെ സൗകര്യങ്ങളൊക്കെ ക്ലിയർ ആവാത്തത് കൊണ്ട് എൻ്റെ സുഹൃത്തുക്കളും മറ്റു ഫാമിലീസ് എല്ലാം പൂനെയുള്ളതുകൊണ്ട് പ്ലേസ്മെന്റ് കൂടുതലും ഉള്ളത് കൊണ്ട് പൂനെയിലേക്കാണ് എൻ്റെ അടുത്ത നെക്സ്റ്റ് സ്റ്റഡീസ്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓപ്ഷൻസ് ഇപ്പോൾ അടുത്ത് വരുന്ന കുട്ടിക്ക് യൂണിവേഴ്സിറ്റി ഓപ്ഷൻ കിട്ടാനുള്ളത് ഇവിടെ ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് കുറേ എഡ്യൂക്കേഷൻ ഓപ്ഷൻ യൂണിവേഴ്സിറ്റീസ് കോളേജൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സിറ്റിയാണ്. ഓക്സ്ഫോർഡ് ഈസ്റ്റ് എന്ന് പറയാൻ വെറുതെ പറയില്ലല്ലോ. അപ്പോൾ നമുക്കറിയാം അതിൽ പിന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലെ സാവിത്രിബായ് പൂലെ യൂണിവേഴ്സിറ്റി, പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് നമ്മൾ ജൂനിയറും കൂടി അഡ്മിഷൻ എടുത്ത് പഠിക്കാനിപ്പോൾ. അപ്പോൾ നമുക്കറിയാം സാവിത്രിബായ് പൂലെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ QS വേൾഡ് റാങ്കിൽ ഞാൻ നോക്കിയ സമയത്ത് QS വേൾഡ് റാങ്കിൽ പിന്നെ ജാമിയ മില്ലിയേക്കാൾ മുകളിലാണ് പിന്നെ സാവിത്രിബായ് പൂലെ യൂണിവേഴ്സിറ്റി റാങ്ക് ഉള്ളത്. അപ്പോൾ നാഷണൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിൻ്റെ ഇടയിൽ മത്സരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് എടുക്കുന്നവർക്കും മാസ്റ്റേഴ്സ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു നല്ല ഇസ്ലാമിക്കോട് കൂടെ റെഗുലർ ഒരു ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത്തരം ഓപ്പർച്യൂണിറ്റീസ്, അത് ഇത്തരം ഇങ്ങനെയുള്ള സിറ്റിയിൽ വെൽ എഡ്യൂക്കേഷൻ എക്സ്പ്ലോർ ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു സിറ്റിയിൽ പിന്നെ ഒരു റിയൽ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ലൈക്ക് ഈ ഒരു നമ്മൾ കടന്നു പോയ 1 year ടൈം ലൈക്ക് വളരെ ഇതിൽ പ്രത്യേകം പറയാനുള്ളത് നമുക്ക് ഉറുദുവും ഹിന്ദിയും ലാംഗ്വേജ് ഒരു മീഡിയം ലെവലിലേക്ക് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് അതുപോലെ ഹനഫി. നമുക്ക് പ്രധാനമായി പറയാനുള്ളത് ഇതാണ്. പൂനെയിൽ വന്നിട്ട് നമുക്ക് ഹനഫി ഫിക്കും ഉറുദുവും ഹിന്ദി ലാംഗ്വേജ് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഒരു ഉറുദു പഠിക്കുക എന്നുള്ളവർക്ക് അനുഭവിക്കാന്നുള്ള ഒരു അനുഭവിച്ച് പഠിക്കാൻ അത് ഇവിടുന്ന് കിട്ടുന്നത് ഹനഫി ഫിക്ക്. കൂടാതെ ഇവിടെ ഷാഫി ഫിക്ക് ഇല്ലാതെ തന്നെ ഹനഫി ഫിക്ക് മാത്രമായി പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു സോഷ്യൽ നെക്സ്റ്റ് ലെവൽ സോഷ്യൽ സെക്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതിന് മറുപടിയാണ്. നോർത്ത് ഇന്ത്യയിൽ നമ്മളെ പിന്നെ ലൈക്ക് ഒരുപാട് സാധ്യതകൾക്കുള്ള ഒരു വഴിയാണ് സീൽ ഒരുക്കുന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം വൈ സീൽ എന്ന ഈ ഒരു സെഷൻ, ഈ ഒരു ചാറ്റ് പിന്നെ ഇവിടെ തൽക്കാലമായി നിർത്താണ്. പിന്നെ നമുക്കും ഒരുപാട് പണികളുണ്ടാവും, കേൾക്കുന്ന പ്രേക്ഷകർക്കും ഒരുപാട് പണികളുണ്ടാവും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.